പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്നുള്ളത് നിങ്ങൾക്ക് തോന്നാം. അവർ പക്വതയോടുകൂടി അത് കൈകാര്യം ചെയ്തെങ്കിൽ അത് പ്രതിസന്ധി ആവില്ല. അവരെന്നെ വിളിച്ചു, ലാലി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, ലാലി ഒന്ന് DCC ഓഫീസ് വരെ വന്നേ, എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സോ മനസ്സാക്ഷിയോ ഇല്ലെങ്കിൽ അവരുടെ മനസ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചോളാൻ. അപ്പോൾ നാളുകളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇല്ലാതിരിക്കാൻ ഒരു പക്ഷേ ഈ രാത്രിയുടെ മറവിൽ ഇങ്ങനെയല്ലല്ലോ ഒരു സസ്പെൻഡ് ചെയ്യേണ്ട ഒരാളെ രാത്രിയുടെ മറവിലാണോ ചെയ്യുക? ആദ്യം ഒരു കാരണം കാണിക്കൽ നോട്ടീസ് തരും, എന്താണ് ഇങ്ങനെ പ്രതികരിച്ചതെന്ന് ചോദിക്കും, ചോദിച്ചതിന് ശേഷം അതിൽ ശരിയോ തെറ്റോ പരിശോധിക്കും, അതിനുശേഷമല്ലേ സസ്പെൻഡ് ചെയ്യുക. അതല്ലേ സാമാന്യ ഒരു മര്യാദ. ഇപ്പം നമ്മളുടെ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരാൾക്കാരെങ്കിലും ഒരു നോട്ടീസ് കൊടുക്കുമോ? നമ്മളത് അന്വേഷിക്കണം. ഞാൻ പറഞ്ഞ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് DCC പ്രസിഡൻ്റാണ്. DCC പ്രസിഡൻറ്റും അതിൻ്റെ ഒരു ഇനിയിപ്പോൾ ഞാനൊരു വാക്കുകൾ കൂടുതൽ പറഞ്ഞാൽ അത് വീണ്ടും നാളുകളിൽ മറുപടി ചോദ്യമായിട്ട് വരും. അതായത് അതിലാരൊക്കെ ഭാഗവാക്കായോ അവരെല്ലാം ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഈ നോട്ടീസ് തന്നിട്ടുണ്ടാവും. ലാലി ജെയിംസ് എന്ന രാഷ്ട്രീയ നേതാവിനെ പൊതുപ്രവർത്തകരെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഇതിന് പിന്നിലുണ്ടെന്ന് കരുതുന്നു. എനിക്കൊരു ചെറിയ സംശയമുണ്ട്. കാരണം ഈ മേയർ കസേരയിലേക്ക് ഞാൻ വന്നാൽ തന്നെ അവിടെ ആർക്കും എന്നെ പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ല എന്നുള്ളത് എൻ്റെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടത് എൻ്റെ പാർട്ടിയോടാണ്. പക്ഷേ എന്നെപ്പോലെ ഒരാൾ ആ കസേരയിലേക്ക് വന്നാൽ അവിടെ ട്യൂഷൻ മാസ്റ്റേഴ്സിന് അവിടെ അവസരം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ബോധപൂർവം ഞാൻ ഒരിക്കലും അവിടെ വരാതിരിക്കാൻ ശ്രമിച്ചവർ പലരും ഉണ്ടായിരിക്കും. ഇപ്പോൾ നിജി ആകുമ്പോൾ ആൾ ഒരു ഡോക്ടറാണ്, പിന്നെ ഒരു ഹൈ പൊസിഷനിൽ പിന്നെ ഒരു പ്രൊഫഷണലാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഭരണകാര്യങ്ങളും തൃശ്ശൂർ കോർപ്പറേഷൻ പോലുള്ള സ്ഥലത്തെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ആളുകൾ വേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ ഒരു അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാർ പുറത്തു നിൽപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു അവസരത്തിന് വേണ്ടി ഈ ഒരു ലാലി ജെയിംസ് വന്നാൽ ഞങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളെ കണക്കാക്കിക്കൊണ്ട് തന്നെ അതിലേ ഒന്ന് മാറ്റിവിടാനായിട്ട് ആഗ്രഹിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ CPM ആണെങ്കിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്. ഇത് കോഴ ആരോപണം എന്നുള്ള നിലയിൽ വന്ന സംഗതി അത് വിജിലൻസിന് പരാതി പോയിരിക്കുന്നു, അന്വേഷിക്കാൻ അല്ല. ഏതൊരു ആരോപണങ്ങളും ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്ന ആളുകൾ, അതായത് മറുവശത്ത് നിന്ന പാർട്ടിക്കാർ അതെടുത്ത് പിന്നെ പരിശോധനയ്ക്കും കാര്യങ്ങൾക്കൊക്കെ പോകും. അത് ഇപ്പുറത്തായാലും അപ്പുറത്തായാലും എല്ലാവരിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ പാർട്ടി തലത്തിൽ ഞാൻ പറഞ്ഞ ആരോപണത്തിന് കഴമ്പില്ല എങ്കിൽ ആരും ഭയക്കേണ്ട കാര്യമില്ലല്ലോ. ആ തെളിവുകൾ ഞാൻ ഒരു സ്ഥലത്തും എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ കേട്ടു, അതിലെനിക്ക് വേദനയുണ്ട്, ആ സംഭവം ശരിയാണെങ്കിൽ എന്നോട് ചെയ്യുന്നത് അനീതിയാണ്. രാജൻ ബല്ലനാണോ ഇതിന്റെ പിന്നിലെല്ലാം? രാജൻ ബല്ലന് ഒരു ആഗ്രഹം തൃശ്ശൂർ നിയമസഭയിൽ മത്സരിക്കണം എന്നുള്ളത് എപ്പോഴും പറയാറുള്ളതാണ്. തൃശ്ശൂർ നിയമസഭയിൽ സീറ്റ് ലഭിക്കണമെങ്കിൽ ഒരു ഹിന്ദു മേയർ വരണമെന്ന് അദ്ദേഹം ഒരുപാട് തവണ ഞങ്ങളുടെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടൻ്റെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ, ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊരു തടസ്സമായി നിൽക്കരുതെന്ന് ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ ആൾ പറഞ്ഞു ഒരു ഹിന്ദു മേയർ വന്ന് ഉറപ്പായി എനിക്ക് ആ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് സുബി ബാബുവിനെയും ബൈജു വർഗീസിനെയും കൊണ്ടുവരാൻ ഒരുപാട് അവർ ശ്രമിച്ചു. പക്ഷേ അത് വിഫലമായപ്പോൾ ഒരു പ്രാക്ടീസുള്ള, അതായത് പ്രവൃത്തി പരിചയമുള്ള ഒരാൾ ആ സീറ്റിൽ വന്നാൽ പിന്നീട് അവർക്കൊന്നും വീണ്ടും അങ്ങോട്ട് എൻട്രി ഉണ്ടാവില്ല എന്ന് ഭയന്നിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നെ മാറ്റി നിർത്തപ്പെടുകയും അതിൻ്റെ പിന്നിൽ മറ്റു പല ചേതോവികാരങ്ങളും ഉണ്ടായി കാണുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്നലെ ചില ആളുകൾ പറഞ്ഞു പണപ്പെട്ടിയും കൊണ്ട് DCC ഓഫീസിലേക്ക് പോണ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു വേഡിങ് ഉപയോഗിച്ചിട്ടില്ല. DCC ഓഫീസിലേക്ക് പോയെന്ന് ഞാൻ നിങ്ങളോട് വല്ലവരും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. പണവുമായി പല സ്ഥലങ്ങളിലേക്കും പോകുന്നതും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തൃശ്ശൂരിലെ ചില ആളുകൾ എന്നെ അറിയിച്ചു എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് അവരത് അന്വേഷിക്കാനല്ല പറഞ്ഞത്. അതുകൊണ്ട് ലാലി ഇത് പ്രതീക്ഷിക്കേണ്ടെന്ന് 2 ദിവസം മുമ്പേ തന്നെ എന്നെ അറിയിച്ചിട്ടുണ്ട്. അല്ല, ഞാനത് പറയില്ല. അതല്ലാതെയും പല സ്ഥലങ്ങളിലൊക്കെ വെക്കുന്നുണ്ടല്ലോ. പല സ്ഥലങ്ങളും അത് ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടുത്തെ ഒരു കാര്യം ഞാൻ കേട്ടത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അതെനിക്ക് ദുഃഖമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി ഫണ്ട് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളത് ഞാൻ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പാർട്ടി ഫണ്ട് കൊടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും അത് കൊടുത്തു എന്ന് ഈ സൂചനകളൊക്കെ പുറത്ത് പറയപ്പെടുന്ന കാര്യങ്ങളിൽ കേട്ടു. ഞാനത് പറഞ്ഞു. അതെനിക്ക് ദുഃഖം. ഇല്ല, എന്നോട് പാർട്ടി ഫണ്ടിലേക്ക് ചോദിച്ചത് അദ്ദേഹം മാത്രമേ ഉള്ളൂ. ഇല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സസ്പെൻഷനല്ലേ അവർ തന്നത്.
ചിലപ്പോൾ നിയമസഭ വരികയാണ്, പ്രവർത്തിക്കാൻ ഇവിടെ ആളുകൾ വേണ്ടി വരും. ഇനി അത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ വേണ്ട, സസ്പെൻഷൻ നീട്ടി കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ ഒരു കൗൺസിലറായിട്ട് ഈ കൗൺസിലർ സ്ഥാനത്ത് നിന്നും മാറ്റാൻ ഇവർക്ക് കഴിയില്ല. കാരണം എന്നെ ജയിപ്പിച്ചത് ലാലൂരിലെ ജനതയാണ്. എന്നിലുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അവരെന്നെ ജയിപ്പിച്ചിട്ടുള്ളത്. ഒരു കാരണവശാലും ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് സ്വതന്ത്രമായി നിൽക്കാനോ മറ്റു പാർട്ടിക്കാരുടെ കൂടെ പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പലർക്കും വിഷമങ്ങളുണ്ടാകുമ്പോൾ ഓടി പാർട്ടി മാറിപ്പോകും. അതെന്നെ പ്രതീക്ഷിക്കേണ്ട. കാരണം അടിയുറച്ച ഒരു നല്ല കോൺഗ്രസ്സുകാരിയാണ് ഞാൻ. പുറത്താക്കുക എന്നുള്ളത് അവരുടെ ഒരു ബാലിശമായിട്ടുള്ള, ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, DCC പ്രസിഡൻറ്റും അല്ലെങ്കിൽ നേതൃത്വവും കുറച്ചും കൂടി പക്വത കാണിച്ചുകൊണ്ട് വേണം. ഇന്ന് പകലുണ്ടല്ലോ, പകൽ വെളിച്ചത്തിൽ നന്നായിട്ടൊരു പത്രസമ്മേളനം വിളിച്ച് അവർക്ക് പറയാമായിരുന്നില്ലേ, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ ലാലിയെ സസ്പെൻഡ് ചെയ്തു എന്ന്. അത് അറിയിച്ചിട്ടല്ലേ ചെയ്യുക. രാത്രി തന്നെ ഒരെണ്ണം ടൈപ്പ് ചെയ്ത് അങ്ങനെ അയക്കുന്നത് മോശപ്പെട്ട കാര്യമല്ലേ. അതിനെയും ഞാൻ അംഗീകരിക്കുന്നു. സാരമില്ല, അവർക്ക് അങ്ങനെ തോന്നി, അവരത് ചെയ്തോട്ടെ. സമീപിക്കാൻ അങ്ങനെ വല്ല ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. KPCC ICC ഒക്കെ അവരുടെ കൂടെയാന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ സമീപിക്കേണ്ട കാര്യം? അങ്ങനെയല്ലേ നമ്മൾ മീഡിയയിൽ കണ്ടത്. എങ്ങനെ? അതായത് ICCയും KPCCയും നിജിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പരാതി പിന്നെ ആർക്കാണുള്ളത്? അപ്പോൾ ഞാൻ അത്തരത്തിലൊന്നും പോകുന്നില്ല. എൻ്റെ വികാരങ്ങളും എൻ്റെ വേദനകളും ജനങ്ങളുമായിട്ട് ഞാൻ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഇന്നലെ തന്നെ അത് ഇനി പറയണ കാര്യങ്ങളൊക്കെ കൂടുതൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുമായി സംസാരിച്ച് ചേർന്ന്, ഞാൻ ഓരോ പാർട്ടി പ്രവർത്തകനെയും ബഹുമാനിക്കുന്ന ആളുകളാണ്. ഇന്നലെ ഇവിടെ വലിയ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുപാട് ജനങ്ങൾ ഓടി വന്നു. ഞാൻ പറഞ്ഞു എന്തിനെ, അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ പ്രതിഷേധവും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനാണ് തടഞ്ഞത്. അത് കേവലം 1-2 പേരല്ല. ഈ അയ്യന്തോൾ മേഖലയിൽ നിന്നുള്ള ധാരാളം ചെറുപ്പക്കാരും ആളുകളും സ്ത്രീകളും അടക്കമാണ് ആ പ്രതിഷേധ മാർച്ച് കോർപ്പറേഷൻ്റെ സത്യപ്രതിജ്ഞ നടക്കുന്ന സ്ഥലത്തേക്ക് വെക്കാൻ തീരുമാനിച്ചത്. ഞാനാ പറഞ്ഞത് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഞാൻ പ്രതികരിക്കാനുള്ളത് ഞാൻ പ്രതികരിച്ചു. അതിൽ സത്യസന്ധമാണ് എന്നുണ്ടെങ്കിൽ അവർ ചെയ്തത് തെറ്റ് തന്നെയാണ്, വലിയ തെറ്റാണ്, വലിയ വീഴ്ചയാണ്. അപ്പോൾ പാർട്ടി ഫണ്ട് എന്നോട് ചോദിച്ച നിലയ്ക്ക് ചിലപ്പോൾ അവരോട് ചോദിച്ചു കാണും, അവരത് കൊടുത്തു കാണും. എനിക്കത് കൊടുക്കാനില്ല എന്ന് ഞാൻ അറിയിച്ചിരുന്നു. ഞാൻ പാർട്ടിക്ക് വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അവസരമുണ്ടെങ്കിൽ തരണം എന്നുള്ളത് ചോദിച്ചു. അത് അധികാരമോഹമല്ല, മറിച്ച് എൻ്റെ ഒരു അവകാശമാണ്.